ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി മസാലക്കറിയാണ്. നമ്മുടെ ചിക്കൻ കറിയൊക്കെ പോലെ തന്നെ ഒരു അടിപൊളി മസാലക്കറി, അതും നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകാറുള്ള ഒരു ഐറ്റം വെച്ചിട്ടാണ് ചെയ്യുന്നത്, ചക്കക്കുരു മസാലക്കറി. അപ്പം നമ്മുടെ ചോറ് കഴിക്കാൻ ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ തന്നെ ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ പുട്ടിനും സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളി ടേസ്റ്റാണ്. അപ്പൊ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്നങ്ങ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം ഞാൻ ഇവിടെ 1 കപ്പോളം ചക്കക്കുരു തൊലിയെല്ലാം കളഞ്ഞ് ഓരോ ചക്കക്കുരുവിനെയും 3ആയിട്ട് മുറിച്ച് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അതിലേക്ക് പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുറച്ച് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പൊ ഇത് കുക്കറിൽ തന്നെ കുക്ക് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ, അങ്ങനെ ആവുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇത് മൂടി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസില് കൊടുക്കാം. ഇനി അത് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് കറിക്ക് ആവശ്യമായ മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യാനായിട്ട് മാക്സിമം നോക്കണം കേട്ടോ, അപ്പോഴാണ് നമ്മുടെ നാടൻ കറികൾക്കൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോഴാണ് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ അതിലേക്കൊരു 15 ചുവന്ന ഉള്ളി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചുവന്ന ഉള്ളി ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പൊ മാക്സിമം കുറച്ചെങ്കിലും ചുവന്ന ഉള്ളി ചേർക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ തീരെ നിവർത്തിയില്ലെങ്കിൽ സവാള വെച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് ചുവന്ന ഉള്ളി വാടി ഇങ്ങനെ ഒരു ട്രാൻസ്പെറന്റ് ആവുമ്പോൾ ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾ ചുവന്ന ഉള്ളി ഉപയോഗിക്കുന്നില്ലെങ്കിൽ 2 സവാള ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് മുറിച്ചത്, 3 ചെറിയ അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി പൊടിയായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഉള്ളി നല്ല ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ വഴറ്റിയെടുക്കണേ. അപ്പൊ ഇതേ ഉള്ളി ഇതുപോലെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുമ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. അപ്പൊ ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ള മസാലക്കൂട്ട്. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് പച്ചമണമൊക്കെ നന്നായിട്ട് മാറുന്നവരെ ഒന്ന് വഴറ്റാം. മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വരും കേട്ടോ. ഇപ്പൊ ഫ്ലെയിം കൂട്ടി വെക്കരുത്, പൊടിയൊക്കെ വേഗം ഒന്ന് കരിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയാണെങ്കിൽ കറിക്ക് തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പൊ ഇപ്പൊ പൊടികളുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ തക്കാളിയുടെ പകുതി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പൊ തീരെ ചെറുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കാമേ. നമ്മുടെ ഈ കറിക്ക് ഒരുപാട് പുളിയുടെ ആവശ്യമില്ല. അപ്പൊ ഇത് ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ കുക്ക് ചെയ്ത് വെച്ച ചക്കക്കുരു ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർക്കാം. അപ്പൊ കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ, കാരണം ഇത് കുറച്ചു നേരം കിടന്ന് തിളച്ച് ഒന്നങ്ങ് വറ്റി വരണം. അപ്പോഴാണ് നമ്മുടെ കറിക്ക് കറക്റ്റ് ആയിട്ടൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പൊ ഇത് ഇത്രയും മതി. ഇനിയിപ്പോ നമുക്ക് ഉപ്പൊക്കെ നോക്കി ഒന്ന് കറക്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒന്നങ്ങ് താളിച്ചൊഴിക്കാം. അപ്പൊ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാനായിട്ട് നോക്കണേ. അപ്പൊ ഞാൻ ഇതിൽ താളിക്കുമ്പോ ഉണക്കമുളക് ചേർക്കാറില്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളകും ചേർത്ത് കൊടുക്കാം. ഇത് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയുടെ ടേസ്റ്റിലുള്ള കിടിലൻ ചക്കക്കുരു മസാലക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് കമന്റ്സ് അറിയിക്കണേ. അപ്പൊ ഇതുപോലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.